പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പായുടെ സ്ഥാനാരോഹണത്തിനായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും റോമ നഗരവും ലോകവും ഒരുങ്ങുന്ന ഈ നാളുകളിൽ പത്രോസിന്റെ പിൻഗാമിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാപൂർവമായ ഒരു കാത്തിരിപ്പും അതിന്റെ തിരഞ്ഞെടുപ്പും നടന്ന് നമുക്ക് ദൈവാനുഗ്രഹപ്രദമായ ഒരു അനുഭവം സ്വർഗം നൽകിയതിന് നന്ദി പറയാം. പത്രോസിന്റെ പിൻഗാമിയായി പരിശുദ്ധ ലയോ 14 മാർപ്പാപ്പ തിരുമേനി സ്ഥാനാരോഹണം ചെയ്യുകയാണ്. കോൺക്ലേവിലും അതിനുശേഷമുള്ള ദിനങ്ങളിലും പരിശുദ്ധ പിതാവ് പ്രകടമാക്കുന്ന ദൈവനിയോഗത്തിന്റെ അത്ഭുതകരമായ സമീപനങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ, പരിശുദ്ധ പിതാവിന്റെ ഓരോ സംഭവത്തോടും ഓരോ പ്രസ്ഥാനത്തോടുമുള്ള പിതാവിന്റെ ആ ഒരു ബന്ധം, അതെല്ലാം അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ കൂടുതൽ സുതാര്യവും സുവ്യക്തവുമാക്കുകയാണ്. പരിശുദ്ധ ലയോ 14 മാർപ്പാപ്പ തിരുമേനി സ്വർഗം നമുക്ക് ഈ കാലഘട്ടത്തിൽ നൽകിയ വലിയ അനുഗ്രഹമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അവിടെ ജനിച്ചു. ചിക്കാഗോയുടെ ആ പശ്ചാത്തലമുണ്ട്. അതിനുശേഷം തെക്കേ അമേരിക്കയിൽ പെറു എന്ന ഒരു സാധാരണ പ്രദേശം, ദരിദ്ര ദേശം, അവിടെ ഒരു മിഷണറിയായി ശുശ്രൂഷിച്ച് വൈദികനായും ബിഷപ്പായും ഒക്കെയുള്ള ശുശ്രൂഷകൾ ശക്തമായി നടത്തി. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിലെ ശുശ്രൂഷകൾക്കായി അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരുന്നു. ബിഷപ്സിനു വേണ്ടിയുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്റ്റായി നിയമിക്കുന്നു. അതോട് ചേർത്ത് പൗരസ്ത്യ സഭകൾ ഉൾപ്പെടെയുള്ള ഡിക്കാസ്ട്രികളുടെ പ്രധാന ആലോചനക്കാരനായും അക്കാലത്തെ കർദിനാൾ പ്രവോസ്റ്റ് പിതാവ് നിയമിതനാവുകയാണ്. ഇതെല്ലാം ഒരു ഒരുക്കത്തിന്റെ നാളുകളായിരുന്നു എന്ന് സംശയരഹിതമായി ഇപ്പോൾ പറയുവാൻ കഴിയും. സഭയുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളെക്കുറിച്ചും പരിശുദ്ധ പിതാവിന് പരിചയവും ബന്ധവും അനുഭവവും ഉണ്ടായിരിക്കണം എന്നത് സ്വർഗത്തിന്റെ വഴിയും പദ്ധതിയുമാണല്ലോ. ഇപ്പോൾ അദ്ദേഹം പത്രോസിന്റെ പിൻഗാമിയായി നമ്മുടെ സഭയെ നയിക്കുന്നു എന്നുള്ളത് ഈ അത്ഭുതകരമായ യാത്രയിലെ നാം അവസാനം കണ്ടുമുട്ടുന്ന രംഗമാണ്. പരിശുദ്ധ പിതാവിന്റെ ശുശ്രൂഷയിലൂടെ സഭയ്ക്ക് ആകമാനം ഉന്മേഷവും പ്രചോദനവും സാക്ഷ്യവുമെല്ലാം ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ പിതാവിനെ തിരഞ്ഞെടുത്ത കോൺക്ലേവിൽ സംബന്ധിക്കാനും പ്രീ കോൺക്ലേവ് സമ്മേളനങ്ങളിൽ സംസാരിക്കുവാനും സംബന്ധിക്കുവാനും ഒക്കെ സാധിച്ചത് എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും എന്റെ മലങ്കര സഭയുടെ ചരിത്രത്തിലും വലിയ അഭിമാനകരമായ നിമിഷമായി ഞാൻ കാണുന്നു. ഒരു തെരഞ്ഞെടുപ്പിൽ സംബന്ധിക്കുക എന്നല്ല, ഒരു അപ്പസ്തോലിക സഭാ സമൂഹത്തിന് ലഭിക്കാവുന്ന വലിയ ഒരു അനുഗ്രഹമാണ് ആ സഭയുടെ തലവൻ മാർപ്പാപ്പ തിരുമേനിയുടെ പത്രോസിന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിൽ വോട്ടവകാശമുള്ള വ്യക്തിയായി പ്രവർത്തിക്കുവാനിടയാവുക. അതിൽ ഞാൻ വിനീത ഭാവത്തോടും ഹൃദയത്തോടും കൂടി ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധ ലയോ 14 മാർപ്പാപ്പ തിരുമേനി ഏറ്റവും പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിച്ച് അജപാലന ശുശ്രൂഷയിൽ മുന്നേറി വന്ന വ്യക്തിയാണ്. ജീവിതത്തിന്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ ക്രൈസ്തവ വിശ്വാസം ജീവിക്കുന്ന ആളുകളുടെ പൊട്ടിച്ചിരികളും അവരുടെ കണ്ണുനീരും അവരുടെ കൂട്ടായ്മയുടെ
അടയാളങ്ങളും എല്ലാം കണ്ട് അതിനിടയിൽ അവരോടൊപ്പം പ്രാർത്ഥിച്ചും പാടിയും സന്തോഷിച്ചും ജീവിച്ചു വന്ന ആളാണ്. അതൊരു പുതിയ അനുഭവം സഭയ്ക്കും ലോകത്തിനും പ്രദാനം ചെയ്യും. പണം അല്ല സമാധാനത്തിന്റെ ഒരു അടയാളം. ഐശ്വര്യം എന്ന് പറയുന്നത് സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല എന്ന് സംശയം പറയാൻ സാധിക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ ഒരു ജീവിത പശ്ചാത്തലം പിതാവിന്റെ കൺമുമ്പിലുണ്ട്, ഹൃദയത്തിലുണ്ട്. ലോകത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഈ വിഭാഗത്തിൽപ്പെടുന്നവരാണല്ലോ. അവരുടെ ഇടയിൽ യേശുവിന്റെ നാമം പ്രഘോഷിക്കുമ്പോൾ ഈ പിതാവ് തീർച്ചയായും ദരിദ്രരോട് ചേർന്ന് നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. ലോക സമാധാനത്തെക്കുറിച്ച് പറഞ്ഞാണ് പരിശുദ്ധ പിതാവ് തന്റെ മട്ടുപ്പാവിലെ ആദ്യ പ്രഭാഷണവും ആശീർവാദവും നൽകുക. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നൽകിയ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. ഈ ഒരു ഉറപ്പ് പത്രോസിന്റെ പിൻഗാമി നൽകുകയാണ്. അത് യാദൃച്ഛികമല്ല. നീ നിന്റെ ശിഷ്യന്മാരെ, സഹോദരന്മാരെ ഉറപ്പിക്കുക എന്ന് കർത്താവ് പത്രോസിന് നൽകിയ ആ പ്രബോധനത്തിന് തുടർച്ചയാണ്. വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ് പത്രോസിന്റെ പിൻഗാമിയുടെ പ്രധാന ദൗത്യം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതാണ്. അത് സന്ദേഹമായിട്ടോ സംശയമായിട്ടോ അവശേഷിക്കുവാൻ ഇടകൊടുക്കാതെ ഉത്ഥിതനായ കർത്താവിന്റെ സമാധാനം ലോകത്തിന് ആവശ്യമാണെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ആരംഭിക്കുക. വിശ്വാസത്തിന്റെ ഒരു ഉറപ്പ് പത്രോസിന്റെ സിംഹാസനത്തിന്റെ വിട്ടുമാറാത്ത ഒരു മുദ്രയാണ്. അത് പരിശുദ്ധ പിതാവ് നമുക്ക് നൽകിയാണ് ശുശ്രൂഷകൾ ആരംഭിക്കുക. ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ച ഒരു കാര്യം, പരിശുദ്ധ ദൈവമാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തന്റെ ആശീർവാദം ലോകത്തിന്, നഗരത്തിന് ലിയോ 14 മാർപ്പാപ്പ തിരുമേനി നൽകിയത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം എന്ന് മുന്നിൽ കൂടിയിരിക്കുന്ന ലക്ഷോപലക്ഷം ആളുകളോട് പറഞ്ഞു. ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം അപ്പസ്തോലികമായ ആശീർവാദം നൽകി. അതൊരു കത്തോലിക്ക വിശ്വാസ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന ഉറപ്പിക്കലാണ്. മറ്റാരെങ്കിലും നമുക്ക് ബോധ്യപ്പെടുത്താനോ സന്തോഷിപ്പിക്കാനോ അല്ലല്ലോ പത്രോസിന്റെ പിൻഗാമിയുടെ പ്രധാന ശുശ്രൂഷ. പരിശുദ്ധ പിതാവ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി, അമ്മേ മാതാവേ, സഭയെ സംരക്ഷിക്കണമേ, അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവളായ മാതാവേ എന്ന് നാം മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഓർക്കുന്നത് പോലെ തന്നെ അമ്മയെ ഓർത്തുകൊണ്ട് പരിശുദ്ധ പിതാവ് തന്റെ ശുശ്രൂഷ പ്രാർത്ഥനാപൂർവ്വം ആരംഭിച്ചിരിക്കുന്നു. പിതാവിന്റെ പ്രബോധനങ്ങൾ നമുക്ക് പ്രത്യാശ നൽകും എന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. പരിശുദ്ധ പിതാവ് പൗരസ്ത്യ സഭകൾക്കായുള്ള ഡിക്കാസ്ട്രി ഫോർ ഓറിയന്റൽ ചർച്ചസ്, അതിന്റെ നേതൃത്വത്തിലുള്ള ഈ മഹാജൂബിലി ആഘോഷത്തില് പൗരസ്ത്യ സഭകളിലെ പ്രതിനിധികളോട് സംസാരിക്കുകയുണ്ടായി. പുരാതനമായ പൗരസ്ത്യ ക്രൈസ്തവ സമൂഹങ്ങൾ, അപ്പസ്തോലിക സഭകൾ നേരിടേണ്ടി വന്നിട്ടുള്ള വലിയ മർദ്ദനങ്ങൾ, അവർ കടന്നുപോയ വേദനയുടെ വഴികൾ, ഇതെല്ലാം പരിശുദ്ധ പിതാവ് സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ വി നീഡ് യു, കത്തോലിക്ക സഭയ്ക്ക് നിങ്ങളെ ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ പൗരസ്ത്യ ഭാവമില്ലാതെ സാർവത്രികത പൂർണ്ണമാവില്ലെന്ന് പരിശുദ്ധ പിതാവ് പ്രഖ്യാപിക്കുകയായിരുന്നു. അത് കടന്നുപോയ സഹനത്തിന്റെ വഴികളിലെ ആ ഒരു ശുദ്ധീകരണവും എല്ലാവർക്കും വേണ്ടി നിലവിളിക്കുവാൻ പ്രേരിപ്പിക്കുന്ന പരിഹാര പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലവുമെല്ലാം പിതാവ് സൂചിപ്പിക്കുകയുണ്ടായി. ലിയോ 14 മാർപ്പാപ്പായുടെ മുൻഗാമി പരിശുദ്ധ ലിയോ 13 മാർപ്പാപ്പ ഓറിയന്താലിം ഡിഗ്നിതാറ്റിസ് എന്ന ഒരു ചാക്രിക ലേഖനത്തിൽ
യഥാർത്ഥത്തിൽ ആ ചാക്രിക ലേഖനമാണ് പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള രേഖാമൂലമായ ആദ്യത്തെ കുറിപ്പ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. തന്റെ മുൻഗാമി, തന്റെ നാമധാരിയായ ലയോ 13 മാർപ്പാപ്പ മഹാനായ ലയോയുടെ വാക്കുകൾ അദ്ദേഹം ഇന്നലെ പൗരസ്ത്യ സഭകളോട് സംസാരിച്ചപ്പോൾ ആവർത്തിച്ച് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. പൗരസ്ത്യ സഭകൾ ഇന്ന് കുടിയേറ്റത്തിന്റെ സഭാംഗങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വിവിധ കാരണങ്ങളാൽ കുടിയേറി പാർക്കുന്നതിനെ കുറിച്ച് പരിശുദ്ധ പിതാവ് സൂചിപ്പിച്ചു. അവിടെയുള്ള ലത്തീൻ കത്തോലിക്ക മെത്രാന്മാർ ഈ ഡയാസ്പറയിലെ പൗരസ്ത്യ കത്തോലിക്ക സഭാമക്കൾക്ക് ആവശ്യമായത് നിർവഹിച്ചു കൊടുക്കണം എന്നതുകൂടി പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുകയുണ്ടായി. തുറന്ന ഒരു സമീപനത്തോടുകൂടി പൗരസ്ത്യ സഭകളെ ബഹുമാനത്തിൽ പൗരസ്ത്യ സഭയുടെ ആരാധനയെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പറഞ്ഞത് ഓർക്കുന്നു. നിങ്ങളുടെ ആരാധന ഏറ്റവും സജീവമായി നിങ്ങൾ കാത്തു സൂക്ഷിക്കണം, അത് സഭയ്ക്ക് ആവശ്യമാണ് എന്ന്. അതുപോലെ തന്നെ ഈ ദൈവാനുഭവത്തിന്റെ തലങ്ങളിലേക്ക് വളരുമ്പോൾ ഉണ്ടാകുന്ന സെൻസ് ഓഫ് മിസ്റ്ററി, ദൈവവുമായുള്ള ബന്ധത്തിലെ രഹസ്യാത്മകത ചുരുളഴിയുന്നത് പ്രാർത്ഥനാനുഭവത്തിലൂടെയാണ്. ആരാധനയിലും വിശ്വാസത്തിന്റെ പ്രഘോഷണത്തിലുമെല്ലാം സഭാജീവിതം കുറച്ചുകൂടി ആകർഷണീയമായി പ്രചോദനാത്മകമായി തീരുന്നു എന്ന് പരിശുദ്ധ പിതാവ് സൂചിപ്പിച്ചത് ഓർക്കുന്നു. പരിശുദ്ധ പിതാവിന്റെ അപ്പസ്തോലിക ശുശ്രൂഷയിലെ ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഇന്നലെ നടന്നത്. അത് പൗരസ്ത്യ സഭകളെ പ്രതിനിധികളെ, പിതാക്കന്മാരെയും സഭാധ്യക്ഷന്മാരെയും ഒപ്പം സമർപ്പിതരെയും വൈദികരെയും വിശ്വാസ സമൂഹത്തിലെ പ്രതിനിധികളെയും ഒരുമിച്ച് കണ്ടുകൊണ്ടാണ് പിതാവ് ആരംഭിച്ചത്. പിതാവ് പ്രത്യേകം പ്രസ്താവിക്കുകയുണ്ടായി, ഞാൻ ആദ്യമായി കണ്ടുമുട്ടുന്ന ഒരു കൂട്ടായ്മ പൗരസ്ത്യ സഭകളുടെ ഈ കൂട്ടായ്മയാണ് എന്നത്. അത് നമ്മളോടുള്ള ഒരു പ്രത്യേക പരിഗണനയും നമ്മളെക്കുറിച്ചുള്ള പിതാവിന്റെ ഒരു വലിയ കരുതലുമായി ഞാൻ കാണും. സിറോ മലബാർ സഭയിലെയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെയും പിതാക്കന്മാരും വൈദിക സമൂഹവും സമർപ്പിതരും ദൈവജനവും ഈ ദിവസങ്ങളിലെ വിശുദ്ധ കുർബാനയിലും മരിയ മജോര ബസിലിക്കയിൽ നടന്ന സന്ധ്യാപ്രാർത്ഥനയിലും ഇന്നലെ പരിശുദ്ധ പിതാവിനോട് ഒരുമിച്ചുള്ള ആ വലിയ സംഗമത്തിലും സംബന്ധിച്ചിരുന്നു. എല്ലാവർക്കും സന്തോഷകരമായ ഒരു അനുഭവം നൽകിയാണ് പരിശുദ്ധ പിതാവ് പൗരസ്ത്യർക്കായുള്ള ജൂബിലി ആഘോഷത്തിന്റെ ഈ തലങ്ങളിൽ ഇടപെട്ടതും പിതാവിന്റെ ആശീർവാദം നൽകിയതും. നാം പരിശുദ്ധ ലയോ 14 മാർപ്പാപ്പായോട് ചേർന്നൊരു പുതിയ ശുശ്രൂഷയുടെ ഘട്ടം ആരംഭിക്കുമ്പോൾ എല്ലാവരും പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിതാവിന്റെ പ്രബോധനങ്ങളോട് ചേർന്ന് നിൽക്കണം. അനുസരണവും വിധേയത്വവും നമ്മുടെ മുഖമുദ്രയായിരിക്കണം. വ്യക്തിപരമായ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളല്ല. സഭ കർത്താവിന്റെ പദ്ധതി പ്രകാരം മുൻപോട്ട് പോകുമ്പോൾ കർത്താവിന്റെ ദാസനായ പത്രോസിന് ഏൽപ്പിക്കപ്പെട്ട പരമാധികാര ശുശ്രൂഷ, വീടിൻ ഭരണം ശിമയോനെ ഏൽപ്പിച്ച കർത്താവ് ആവശ്യപ്പെടുന്ന വിധേയത്വവും അനുസരണവും സഭയുടെ വിശാലമായ പദ്ധതികളെ വളർത്തുന്നതിന് ആവശ്യമായ ആ ബന്ധം എല്ലാവരും നൽകി ലിയോ 14 മാർപ്പാപ്പായോട് ചേർന്ന് നാം സംഘാതാത്മകമായ തീർത്ഥാടനം തുടരുമ്പോൾ മന്നയും കാടപ്പക്ഷിയും അന്ധകാര സമയത്ത് പ്രകാശവും ആലോചനയ്ക്കായി പരിശുദ്ധാത്മാവിന്റെ ചിറകടിച്ചുള്ള നമ്മുടെ മേലുള്ള ആവാസവും ഉറപ്പായി നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ആ നല്ല ദിനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു.